പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NASൻ്റെ +2 ഹോം സയൻസ് കോഡ് നമ്പർ 321 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോസാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 ഏപ്രിലും തുടർന്നുള്ള ബാച്ചിലും ഇനി മുതൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അപ്പോൾ NASൻ്റെ സൈറ്റിൽ നിന്നൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആയി. അതിൻ്റെ ഫസ്റ്റിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും പിന്നീട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും പിന്നെ 3 പിന്നെ 5 മാർക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം 2 മാർക്കിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിൻ്റെ തുടർച്ചയായി ബാക്കി വരുന്ന 2 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യൻസും ആൻസറുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 3 മണിക്കൂർ എക്സാമാണ് വരുന്നത്. ഉച്ചക്ക് 2:30 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെയാണ് ഇതിൻ്റെ ടൈം വരുന്നത്. പ്രാക്ടിക്കലുള്ള വിഷയമായതുകൊണ്ട് നമുക്ക് 22 മാർക്ക് എഴുതി പാസ്സായാൽ മതി. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തൊരു വിദ്യാർത്ഥി, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 29 മാർക്ക് എഴുതി പാസ്സാവണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. അതിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ആൻസർ ചെയ്ത്, കാരണം അതിൻ്റെ ഓപ്ഷൻസ് താഴെ ഇംഗ്ലീഷിലാണ്. അല്ലാതെ വിവരിച്ച് എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ഒക്കെ. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ആൻസർ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ക്വസ്റ്റ്യന് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞ് ആൻസർ മലയാളത്തിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളം മീഡിയം വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ 34ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 33 വരെ നമ്മൾ ഇന്നലെ പറഞ്ഞ് കുൽപ്രീത് ഈസ് ലുക്കിംഗ് ഫോർ ആൻ ഇലക്ട്രിക് ടോസ്റ്റർ കിച്ചൺ ആണ്. കുൽപ്രീത് എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സഹോദരി ഒരു ഇലക്ട്രിക് ടോസ്റ്റർ, നമ്മൾ ടോസ്റ്റർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ റൊട്ടിയൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുക ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അടുക്കളയിലേക്ക് അത് വാങ്ങാൻ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമുണ്ട്, അതിലേക്ക് നോക്കുന്നുണ്ട്. ആസ് എ ട്രസ്റ്റ് വർത്തി ഫ്രണ്ട്, അദ്ദേഹത്തിന്റെ വിശ്വാസയോഗ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവളുടെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ഫ്രണ്ട്, മേക്ക് ഹിയർ അവെയർ ഓഫ് എനി ഫോർ മാലപ്രാക്ടീസ്, 4 ഇതിന്റെ ദുരാചാരങ്ങൾ അല്ലെങ്കിൽ 4 ദോഷങ്ങൾ ഇതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ, ഈ ടോസ്റ്റർ ഉപയോഗിക്കുമ്പോൾ 4 ഉപയോഗങ്ങൾ ബൈ മാനുഫാക്ചർ ഓഫ് ഇലക്ട്രിക്കൽ ഗാഡ്ജസ്റ്റ്, ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള 4 ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് നമ്മൾ അടുത്തുള്ള ഫ്രണ്ട്സുമായി ചിലപ്പോൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് മറുപടി കിട്ടും, ചിലപ്പോൾ നെഗറ്റീവ് കിട്ടും. അപ്പോൾ ഇതിന്റെ 4 ദുരുപയോഗങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വാങ്ങുന്ന വ്യക്തിയോട് പറയാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് 16ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. നമ്മൾ ഇലക്ട്രിക് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ഗുഡ്സ് ഉണ്ടാവും. ഇപ്പൊ കേടുവരുന്ന വസ്തുക്കളൊക്കെ ഉണ്ടാവും. കേടുവന്ന വസ്തുക്കളാകുമ്പോൾ നമുക്കത് വർക്ക് ചെയ്യില്ല. കേടുവന്ന വസ്തുക്കളാണ് നമ്മൾ ഈ ടോസ്റ്ററിൽ ഉപയോഗിക്കുന്നെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അതേപോലെ തന്നെ പ്രൈസ് വേരിയേഷൻ വ്യത്യാസമാണ്. മോർ ദാൻ MRP ആണ്. ഈ ടോസ്റ്ററിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ആ പാക്കിംഗ് കവറിന് പുറത്ത് എഴുതിയതിനേക്കാൾ കൂടുതൽ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പോരായ്മകൾ ഇത്തരം ഒരു ഉപകരണം വാങ്ങുമ്പോൾ. ഇൻകംപ്ലീറ്റ് ലേബൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള പുറത്ത് ആ ഉപകരണം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫുള്ള് ഡീറ്റെയിൽസ് അതിന്റെ കവറിലുണ്ടാവും. അതിന്റെ പ്രൈസ് ആകാം, അതിന്റെ മാനുഫാക്ചർ കമ്പനി ആകാം, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അത് മുഴുവനായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കൊടുക്കണം എന്നില്ല. അപ്പൊ അതൊക്കെ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പുവർ ക്വാളിറ്റിയാണ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മാർക്കൊക്കെ ഫേക്കായ രീതിയിൽ കൊടുക്കാറുണ്ട്. തെറ്റായ രീതിയിലുള്ള സ്റ്റാൻഡേർഡ് മാർക്കൊക്കെ ഇത്ര ഇലക്ട്രിക് ടോസ്റ്ററിന് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ലൈഫ് റിസ്ക്, നമുക്കത് ഉപയോഗിക്കുന്ന സമയത്ത് ഷോക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇതുകൊണ്ട് അറിയുന്ന ആളുകൾ അത് ഉപയോഗിക്കാൻ പറ്റും, അല്ലാത്തവർക്ക് ഇത് ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ വേസ്റ്റേജ് ഓഫ് ഒരുപാട് വോൾട്ട് കറണ്ട് ഇതിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, കറണ്ടിന്റെ ഉപയോഗം നമുക്ക് കറണ്ട് ബില്ലൊക്കെ കൂടുതൽ വരും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ദോഷങ്ങൾ ഉണ്ട് എന്നുള്ളത് ഫ്രണ്ട്സ് എന്ത് ചെയ്യാണ്, ഈ കുൽപ്രീതിന്റെ ഫ്രണ്ട്സ് കുൽപ്രീതിനോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആ കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അത് നമ്മൾ ഇലക്ട്രിക് ഉപകരണവുമായി ബന്ധപ്പെട്ട് 16ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒന്ന് വളച്ചൊടിച്ചിട്ടാണ് വരുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല, ഒരു ഉദാഹരണ സഹിതമാണ് ഹോം സയൻസിലെ ക്വസ്റ്റ്യൻസ് വരുന്നത്, ശ്രദ്ധിക്കുക.
ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. യുവർ ബ്രദർ ഡസ് നോട്ട് ലൈക്ക് ലോക്കി. ലോക്കി എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ ഗാർഡാണ്. നമ്മൾ സാധാരണ നമ്മള് പൈസ കൊടുത്ത് വാങ്ങുന്ന ചുരക്ക ഉണ്ടാവും, അല്ലെങ്കിൽ ചില ആളുകൾ ചരങ്ങാന്ന് പറയാറുണ്ട്, ചില നാടുകളിൽ ചരങ്ങാന്ന് പറയാറുണ്ട്, ചില ആളുകൾ ചുരക്കാന്ന് പറയുന്നുണ്ട്. അതാണ് ബോട്ടിൽ ഗാർഡ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ബ്രദർ ഇഷ്ടപ്പെടുന്നില്ല. യുവർ സിസ്റ്റർ ഈസ് വെരി ഫോണ്ട് ഓഫ് ഇറ്റ്. നിങ്ങളുടെ സിസ്റ്റർ ഈ എന്ത് ഇഷ്ടപ്പെടുന്നുണ്ട്? ചുരക്ക ഇഷ്ടപ്പെടുന്നുണ്ട്. ഹൗ വിൽ യു സോൾവ് ദിസ് ഗിവ് ടു സജഷൻ. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ചുരക്ക കൊണ്ടുള്ള കറി ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരാൾ ഇഷ്ടപ്പെടുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചില ആളുകൾക്ക് ചില ബ്രേക്ക്ഫാസ്റ്റ് പറ്റും, ചിലർക്ക് പറ്റൂല എന്ന് പറയും. അപ്പൊ രണ്ട് കൂട്ടരുടെയും എല്ലാവരുടെയും താല്പര്യം അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിന് മീൽ പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബേസ്ഡാണ്, 5ാമത്തെ ചാപ്റ്റർ. ഈ ചുരക്ക കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള കഫ്ത എന്ന് പറയുന്ന സംഭവമുണ്ട്. നോർത്ത് ഇന്ത്യയിലും ഏഷ്യൻ ആഫ്രിക്ക രാജ്യങ്ങളിലൊക്കെ, നമ്മളെ കേരളത്തിൽ അങ്ങനെ വല്ലാതെ സുലഭമായില്ല. നമ്മൾ സാധാരണ കറിയാണ് ഈ ചുരക്ക കൊണ്ട് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ചുരക്ക കറി സഹോദരന് ഇഷ്ടമല്ല എന്ന് സഹോദരിക്ക് ഇഷ്ടമാണ്. അപ്പൊ അവിടെ ആ ചുരക്കക്കറി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ള സാധനം ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പ്രശ്നമാണ്. അപ്പൊ രണ്ട് കൂട്ടർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം വെക്കണം. അപ്പൊ അവർ തമ്മിൽ പ്ലാൻ ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കഫ്ത ഉണ്ടാക്കിയാലോ എന്ന് പറയണേ. ഓക്കെ, ലോക്കി കഫ്ത. കഫ്ത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിച്ച് കറിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വ്യത്യസ്ത ടേസ്റ്റ് രൂപത്തിൽ ഉള്ള ഒരു ഐറ്റമാണ്. ഓക്കെ, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അത് വരുന്നുണ്ട്. ഓക്കെ, അത് ഉണ്ടാക്കുക. ഇതേപോലെ നമ്മൾ രാവിലെ നമുക്ക് ഇതേപോലെ വേറെ ഉദാഹരണം, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടർക്കും പറ്റുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടാക്കാം. അത് മീൽ പ്ലാനിങ്ങുമായി എഴുതുക. 2 മാർക്കാണ്. ഇതിലത്ത് 36ാമത്തെ ചോദ്യം വായിക്കാം. സീത ഈസ് ക്ലീനിങ് ഓൺ ഹെയർ ഹൗസ്. സജസ്റ്റ് 2 ways ടു യൂസ് ഓഫ് ദി ഫോളോവർ. സീത ക്ലീനിങ് ചെയ്യാണ് അവളുടെ ഹൗസ്. അപ്പൊ സജസ്റ്റ് ചെയ്യാണ് 2 ways ഇവിടെ തന്നിട്ടുണ്ട്. 2 രീതിയിലുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ 2 രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. വാട്ടർ മേക്ക് ഓൺ ഗ്ലാസ് വിൻഡോ. വാട്ടർ മാർക്ക് വന്നിക്കുകയാണ്. നമ്മള് ഗ്ലാസ് വിൻഡോ, ഇപ്പൊ സാധാരണ ജനലുകൾ ഉണ്ടാവും അല്ലെ, വീടിന്റെ ജനലുകൾ, വാതിൽ, ഡോറുകളൊക്കെ ഗ്ലാസ് വിൻഡോ വരുന്നുണ്ടാവും. അതിൽ നമുക്ക് വെള്ളത്തിന്റെ ഒരു വാട്ടർ മാർക്ക് വന്നു കഴിഞ്ഞാൽ, അതേപോലെ ഗ്രീസ് സ്റ്റെയിൻ സെർമി ടൈൽസിലൊക്കെ ഗ്രീസിന്റെ കറ ആയി കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് 30ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. നമ്മൾ സാധാരണ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. കറ നീക്കം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. 30ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഗൈഡിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സാധാരണമായിട്ട് നമ്മള് ഒരു ഗ്ലാസ് വിൻഡോ അല്ലെ, ജനലിന്റെ വാതിലിൽ നമുക്ക് വാട്ടർ മാർക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എടുത്ത് കാണിക്കുന്നതായിരിക്കും. ആളുകൾ അത് നിരീക്ഷിക്കുന്നുണ്ടാവും, അവിടെ പാടുണ്ടാവും. അപ്പൊ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്ലീൻ വിത്ത് ന്യൂസ് പേപ്പർ ആൻഡ് വാട്ടർ. ഒരിക്കലും തുണി കൊണ്ട് നമ്മൾ തുടക്കരുത്. ന്യൂസ് പേപ്പർ എടുക്കുക. പ്ലെയിൻ ആയിട്ട് നമ്മൾ ഉള്ള ന്യൂസ് പേപ്പറുകളുണ്ട്, പത്രങ്ങളുണ്ടാവും വീട്ടിൽ വരുത്തുന്നത്. ആ പത്രങ്ങൾ വെള്ളം ഉപയോഗിച്ചാണ് ഗ്ലാസ് വൃത്തിയാക്കേണ്ടത്. എന്തെങ്കിലും നമ്മൾ അലമാറകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിന് ഗ്ലാസ്സുകളുണ്ടെങ്കിൽ, അതൊക്കെ ഷെൽഫുകളൊക്കെ ഗ്ലാസ്സുകളുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കണം. ഒരിക്കലും നമ്മൾ തുണി ഉപയോഗിച്ച് തുടക്കരുത്. തുണി വെച്ച് നമ്മൾ പാട് വരും. നമ്മൾ കാറിന്റെ ഒക്കെ ഗ്ലാസ് നമ്മൾ തുണി ഉപയോഗിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെ പാടുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ. അതേപോലെ തന്നെ റിൻസ് വിത്ത് വാട്ടർ ആൻഡ് വിനാഗിരിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിനാഗിരിയും വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഗ്ലാസുകൾ വൃത്തിയാക്കുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ഗ്രീസ് വിത്ത് ദി ടൈൽസ് ആണ്. ഗ്രീസിന്റെ കറ ടൈൽസിലായ എങ്ങനെ കളയാം എന്നുള്ളതാണ്. ക്ലീൻ വിത്ത് ഹോട്ട് വാട്ടർ. അപ്പൊ കറ ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ചൂടുവെള്ളം തന്നെ എടുക്കണം. ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചിട്ട്, ഡിറ്റർജന്റ് സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് കറ നീക്കം ചെയ്യണം. റിമൂവ് സബ്ബോൺ സ്റ്റെയിൻസ്. ഇപ്പൊ മുരടിച്ചിട്ടുള്ള കറ ഉണ്ടാവും, കുറെ കാലം അങ്ങനെ കട്ട കുത്തി നിൽക്കുന്ന കറകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ വാട്ടറും പേപ്പറും അതേപോലെ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ച് തുടക്കം കണ്ടിട്ട് നല്ല പേപ്പറൊക്കെ എടുത്തിട്ട് ഉരച്ചെടുത്ത് കഴുകണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് 37ാമത്തെ ചോദ്യമാണ്. മൈ റൂം കൂളർ ഈസ് നോട്ട് വർക്കിംഗ് വെൽ. അല്ലെ, നമ്മുടെ റൂമിൽ കൂളർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വാട്ട് കുഡ് ദി കോമൺ റീസൺ ഫോർ. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതാണ് പറയുന്നത്. കൂളർ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതിനുള്ള പല കാരണങ്ങൾ പറയുന്നുണ്ട്.
അതിൽ വാട്ടർ ഇൻ ദി ടാങ്ക് ഈസ് ബിലോ ദി മിനിമം. വാട്ടർ എന്ന് ഈ കൂളറിലുള്ള വെള്ളം എന്ന് പറയുന്ന ഒരു മിനിമം ലെവലുണ്ട്. ആ മിനിമം ലെവൽ വെള്ളം അല്ലെങ്കിൽ അത് കൂളർ ആകൂല. അതുപോലെ പമ്പ് ആൻഡ് ഫാൻ ആർ നോട്ട് ലൂബ്രിക്കേറ്റഡ് ആണ്. പമ്പും അതിന്റെ ഫാനും സോഫ്റ്റ് അല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ്. അതേപോലെ വാട്ടർ ഇൻലെറ്റ്, വാട്ടർ ഒഴിക്കുന്ന ഡോറ് ഭാഗം ഉണ്ടാവും, അവിടെ അടഞ്ഞിരിക്കുക, എന്തെങ്കിലും ക്ലോസ് ചെയ്തിരിക്കണം. എന്തെങ്കിലും സാധനങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും, മാലിന്യങ്ങൾ എന്തെങ്കിലും പൊടി പടലങ്ങൾ അടിഞ്ഞു കൂടിയാലും നമുക്ക് തണുപ്പ് കിട്ടൂല. അതേപോലെ തന്നെ അതിന്റെ പാർട്സുകളൊക്കെ പഴയതായി കഴിഞ്ഞാലും എന്ത് ചെയ്തില്ല നമുക്ക് തണുപ്പ് കിട്ടൂല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് വരുന്നത്. ഇതേപോലെ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എസിയുടെ കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മളെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് അടുത്ത 38ാമത്തെ ചോദ്യമാണ്. സെമീറ വാണ്ട് ടു ഗീവ് എ ഫൈനൽ ഫിനിഷ് ടു എംബ്രോയിഡറി ആർട്ടിക്കിൾ ആണ്. സെമീറ ഒരു എംബ്രോയിഡറി ആർട്ടിക്കിൾ പൂർത്തീകരിക്കുകയാണ്. 4 പോയിന്റ് സജസ്റ്റ് 4 പോയിന്റ് ടു ടേക്കൺ ദി നീറ്റർ ആൻഡ്, അത് എങ്ങനെ നീറ്റർ ആയിട്ട് പ്രസന്റ് ചെയ്യണം. അപ്പൊ ഈ എംബ്രോയിഡറി വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം 28ാമത്തെയും അതേപോലെ 31ാമത്തെ ഒക്കെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇതിന്റെ ആൻസർ 31ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നൂല് ഉപയോഗിച്ച് തുണികളിൽ നടത്തുന്ന ഒരു അലങ്കാര പണിയാണത്. എംബ്രോയിഡറി തുന്നുകൾ, നിറങ്ങൾ എന്നിവ ശ്രദ്ധാപൂർവ്വം തെരഞ്ഞെടുത്താൽ എംബ്രോയിഡറി നമുക്ക് ഭംഗിയായി ചെയ്യാൻ കഴിയും. പഴയ വസ്ത്രങ്ങൾക്ക് പുറമെ പുതുമ തോന്നിപ്പിക്കാനും കഴിയും. അപ്പൊ അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ എംബ്രോയിഡറി തുന്നൽ എളുപ്പമാണ്. നന്നായി ചിന്തിച്ച് ചെയ്താൽ എത്ര വിഷമമുള്ള കാര്യങ്ങളും ജോലികളും നന്നായി ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഗൈഡിൽ 184ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഒരു എംബ്രോയിഡറി ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ഭംഗിയാക്കുന്നതിന് ഒരു അന്തിമ ഫിനിഷിംഗ് ആവശ്യമാണ്. ഇതിനായി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എംബ്രോയിഡറി കഴിയുമ്പോൾ വലിയ ഒരു കെട്ടിട്ട് അത് അവസാനിപ്പിക്കരുത്. മുൻഭാഗത്തെ പോലെ വൃത്തിയായി പിൻഭാഗവും സൂക്ഷിക്കുക. അതേപോലെ തന്നെ പുറകിലുള്ള അധിക നൂലുകൾ മാറ്റുക. തയ്ക്കുമ്പോൾ അഴുക്കായിട്ടുണ്ടെങ്കിൽ കഴുകുകയോ ഡ്രൈ ക്ലീൻ ചെയ്യുകയോ ചെയ്യുക. പശ മുക്കി നന്നായി ഇസ്തിരിയിടുക. അരികുകൾക്കെല്ലാം നല്ല ഫിനിഷിംഗ് കൊടുക്കുക. തുണി വളരെ ഹെവിയായ എംബ്രോയിഡറി ആണെങ്കിൽ മടക്കിന് ശേഷം പൊതിഞ്ഞ് സൂക്ഷിക്കുക. ഇത്രയാണ് വേണ്ടത്. 4 പോയിന്റാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഇനി അവസാന ഒരു ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതും എംബ്രോയിഡറിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സരിക എംബ്രോയിഡറി എ ലാർജ് ഫ്ലവർ. സരിക എംബ്രോയിഡറി ചെയ്യാണ് എ ലാർജ് ഫ്ലവർ ഓൺ എ ദിവാൻ എന്താണ് കോട്ടൺ അല്ലെ, ഒരു ദിവാൻ തുണി ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ എന്ത് ചെയ്യാണ്, വലിയ ഫ്ലവർ നിർമ്മിക്കുകയാണ്. അല്ലെ, ഷീ വാണ്ട് ടു റെഡ്യൂസ് ദി സെയിം ഫ്ലവർ, അതേ ഫ്ലവർ തന്നെ അവൾ റെഡ്യൂസ് ചെയ്യാണ് ഫോർ ദി ക്യൂഷൻ കവർ. നമ്മൾ ഈ തലയിണൊക്കെ ഉണ്ടാക്കുന്ന കവറില്ല, ആ കവർ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവർ എന്ത് ചെയ്യുക, വലിപ്പം കുറയും. അപ്പൊ ദിവാൻ കവർ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവറിന്റെ വലിപ്പം കൂട്ടുകയും നമ്മൾ സാധാരണ തലയിണ കവർ ഉപയോഗിച്ച് ഫ്ലവറിന്റെ വലിപ്പം കുറയുകയും ചെയ്യും. അതേ ഫ്ലവർ തന്നെയാണ് കുറക്കുന്നത്, ഫ്ലവർ മാറ്റല്ല. ലിസ്റ്റ് സ്റ്റെപ്പ് വൈ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്, അതിന്റെ സ്റ്റെപ്പ് എങ്ങനെയൊക്കെയാന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആൻസർ ഞാൻ ബാക്കി എംബ്രോയിഡറിയുമായി ബന്ധപ്പെട്ട ഇതാണ്. അതിന് 4 സ്റ്റെപ്പുകൾ അതിൽ പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് സെലക്ട് ലാർജ് ഫോർ എംബ്രോയിഡറി ആണ്. ആദ്യം നമ്മൾ വലിയ എംബ്രോയിഡറി സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ട്രൈസിറ്റാണ് റൈസിങ് പേപ്പർ. ഇത് നമ്മളൊരു ട്രൈസ് ആക്കി എടുക്കണം, ഒരു പേപ്പറിൽ ട്രൈസ് ചെയ്തെടുക്കണം. മൂന്നാമത് പറഞ്ഞ യൂസ് എ കാർബൺ പേപ്പർ. നമ്മൾ കാർബൺ പേപ്പർ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യണം. ഇത് ട്രൈസിംഗ് ഇൻടു എ ഗ്രാഫ് പേപ്പർ. ട്രൈസിംഗ് പേപ്പറിൽ നിന്ന് ഗ്രാഫ് പേപ്പറിലേക്ക് ഇത് മാറ്റിയെടുക്കണം. ട്രൈസ് പേപ്പറിൽ നമ്മൾ എടുത്തു, പിന്നെ അതിനെ കാർബൺ പേപ്പറിലേക്ക്, ഒരു ഗ്രാഫ് പേപ്പറിലേക്ക് എന്ത് ചെയ്യണം, കാർബൺ പേപ്പർ ഉപയോഗിച്ച് മാറ്റിയെടുക്കണം. നാലാമത് പറയുന്ന യൂസ് ഇൻ ദി സ്ക്വയർ ആസ് എ ഗൈഡ് ടു ഡ്രോ ദി ഇല്ലുസ്ട്രേഷൻ ഓൺ ദി ലാർജ്. ഒരു സൈഡായി ചതുരങ്ങൾ ഉപയോഗിച്ച് ഒരു ഗൈഡായി, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചതുരങ്ങൾ ഉപയോഗിച്ചു, വലിയ ചതുരങ്ങളിലേക്ക് ചിത്രീകരണങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ്. ഒരു ചതുരം നമ്മൾ ഏകദേശം ഒരു ഐഡിയയിൽ നമ്മൾ വരച്ചു, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, വലിയ ചതുരങ്ങളിലേക്ക് ചിത്രീകരണം ഉപയോഗിച്ച് വരക്കാനാണ് പറയുന്നത്. ഇത്രയാണ് ഇതിലേക്ക് വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ 3 മാർക്കിന്റെ വിവിധ ക്വസ്റ്റ്യൻസ് ആൻസറുകളും അവതരിപ്പിക്കും. ഓക്കെ, താങ്ക് യു.